വേൾഡ് കപ്പ് രാത്രിയൊക്കെ പോരുമ്പോഴൊക്കെ കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. വേൾഡ് വലിയൊരു സംഭവം നടക്കുകയാണ്. കളിയായാലും കുട്ടികളതിൻ്റെ പിന്നാലെ ഉണ്ടാവും. ആ പ്ലസ് വെച്ച കുട്ടികളെ അവർക്കറിയാം, അവരുടെ വീട്ടിലൊക്കെ പട്ടിണിയാ. എന്ന് പറഞ്ഞാൽ ആധാരമാണ് വെക്കപ്പെട്ട വീട് മകളുണ്ട്. 3-4 പെങ്ങന്മാര് കെട്ടിക്കാൻ നിൽക്കുന്നുണ്ട്. 4 പെണ്ണുങ്ങൾ വീട്ടിൽ കെട്ടി. അവനാണ് ഈ ഫ്ലക്സ് വെക്കുന്നത്. അവൻ ഈ പൈസ എടുത്തിട്ട്. ലോകകപ്പ് ഫുട്ബോളിന്റെ ഭാഗമായി ആരാധകർ ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നതിനെതിരെ SYS സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. യൂറോപ്പുകാർക്കില്ലാത്ത ഫ്ലക്സ് ഭ്രാന്ത് നമുക്കെന്തിനാണെന്നാണ് വിമർശനം. പള്ളിയിലേക്കോ മദ്രസയിലേക്കോ 10 രൂപ തരാത്തവർ വരെ ഫ്ലക്സ് വെക്കാൻ പണം ചെലവാക്കുന്നതാണ് വിമർശനം. തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കാത്ത ആൾക്കാർ പോലും 3 മണിക്ക് കളി വെച്ചാൽ എഴുന്നേൽക്കും. വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നേരെ മറിച്ച് ആരാധനയ്ക്ക് എഴുന്നേൽക്കാൻ നമുക്ക് പ്രയാസമാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഇത് കുട്ടികളുടെ മനസ്സിലങ്ങ് അടിച്ചു കയറ്റി നമ്മുടെ മീഡിയകൾ. എന്തുകൊണ്ട് തിരുവനന്തപുരത്തും കോട്ടയത്തും മറ്റു ആളുകളെ പോലെ നല്ലോണം പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് തയ്യാറായി അതിന്റെ ഇടക്ക് കുറച്ച് കളി ആയിക്കോട്ടെ. ഒരു പരിധി എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലേ. കുല്ലിശീൻ ഹദ്ദൊന്നല്ലേ. ആ പ്ലസ് വെച്ച കുട്ടികളെ അവർക്കറിയാം, അവരുടെ വീട്ടിലൊക്കെ പട്ടിണിയാ. എന്ന് പറഞ്ഞാൽ ആധാരമാണ് വെക്കപ്പെട്ട വീട് മകളുണ്ട്. 3-4 പെങ്ങന്മാര് കെട്ടിക്കാൻ നിൽക്കുന്നുണ്ട്. 4 പെണ്ണുങ്ങൾ വീട്ടിൽ കെട്ടി. അവനാണ് ഈ ഫ്ലക്സ് വെക്കുന്നത്. അവൻ ഈ പൈസ എടുത്തിട്ട് അവൻ കൂലിപ്പണിക്ക് പോയ പൈസ കൊണ്ട് ഫ്ലക്സ് വെക്കും. നോക്കിങ്ങൾ ഒരു ഹിദായത്താക്കാൻ വരിക കുട്ടികളെ. മുമ്പ് ഒരു വല്യമ്മ ഒരു ഉമ്മാമ എവിടെക്കോ പോയപ്പോൾ എവിടേക്കോ പോയിന്? മണലിയോ മണാലി ആണലി എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞു. അങ്ങോട്ട് മഞ്ഞുമല കാണാൻ പോയൊരു വല്യമ്മ എന്ന് പറഞ്ഞാൽ ഇയാളെ ഈ ജാതി ഈ പരിപാടി എന്നിട്ട് ഈ കുട്ടികൾ ഫ്ലക്സ് വെക്കുന്നു, എന്താണതിന് കാശ് ചിലവാകുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇവരിപ്പോൾ നടപ്പാക്കുകയാണ്. ഈ കുട്ടികളെ ഈ കളി അതൊരു ഒറിജിനൽ നാച്ചുറൽ കളിയിൽ വേറെ വഞ്ചനൊന്നുമില്ല. അത് കളി തന്നെ. പന്തടിച്ചാൽ ഗോൾ അടിച്ചാൽ പോവാ, തോൽക്കുക, ജയിക്കുക. തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കാത്ത ആൾക്കാർ പോലും 3 മണിക്ക് കളി വെച്ചാൽ എഴുന്നേൽക്കും. വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നേരെ മറിച്ച് ആരാധനയ്ക്ക് എഴുന്നേൽക്കാൻ നമുക്ക് പ്രയാസമാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഇത് കുട്ടികളുടെ മനസ്സിലങ്ങ് അടിച്ചു കയറ്റി നമ്മുടെ മീഡിയകളും പത്രങ്ങളും മുഴുവൻ ഇത് അടിച്ചു കയറ്റി. ഇന്ന് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അത്യാവശ്യമൊക്കെ കളി കാണാനും മറ്റും അവസരങ്ങളുണ്ട്. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധതി നമ്മളോട് പറഞ്ഞെന്താ? നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഈ ജാതി കാര്യത്തിനല്ല ചെലവാക്കേണ്ടത്. ഖുർആൻ നേരെ പറഞ്ഞു, വആതിദിൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബ്നസ് സബീൽ വലാ തുബദ്ദിർ തബ്ദീറാ. നിന്റെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 രൂപ തന്നിട്ടുണ്ടെങ്കിൽ വആതിദിൽ ഖുർബാ ഹഖഹു, നിന്റെ കുടുംബത്തിൽ അവശത അനുഭവിക്കുന്ന ആൾക്ക് നീ അത് കൊടുക്കണം. അതുപോലെ മിസ്കീൻ, പാവപ്പെട്ടവന് കൊടുക്കണം. വബ്നസ് സബീൽ, യാത്രക്കാരനായി നടക്കുന്ന പാവപ്പെട്ടവന് കൊടുക്കണം. വലാ തുബദ്ദിർ തബ്ദീറാ, ഒരു കാരണവശാലും നീ പണം ചിന്നിച്ചു തരുത്, ദൂത്തടിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്വീൻ, അങ്ങനെ പണം ദൂർത്തടിക്കുന്നവർ മുഴുവൻ പിശാചിന്റെ സഹോദരങ്ങളാണ്. ഇഖ്വാന ശയാത്വീൻ. എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ ഇതൊക്കെ പറയുന്നത്. അവിടെ നമ്മൾ തീരെ ശ്രദ്ധിക്കുന്നില്ല. അതാണ് അവിടെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. ഇനിയിപ്പോ എങ്ങനെയൊക്കെ ആണെങ്കിലും യുവാക്കള് ഇവരുടെയൊക്കെ ഒരു സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ അതുകൂടി പറയട്ടെ. ഇപ്പോ പാശ്ചാത്യരായ കളിക്കാരുടെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അവരിപ്പോഴും ആ കൊളോണിയൽ സ്വഭാവത്തിലാണ്. അവരെ കൊളോണിയൽ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല. അവരുടെ സമീപനത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ? അവരിപ്പോഴും ഈ സാമ്രാജ്യത്വ ശക്തികൾക്കൊപ്പമാണ് പ്രധാന കളിക്കാരൊക്കെ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നോക്ക് നിങ്ങൾ. ഇപ്പോ കടുത്ത വിവേചനം കറുത്ത വർഗ്ഗക്കാർ സെനഗലിന്റെ കളിക്കാർ ചെന്നപ്പോ എന്താ അമേരിക്ക ചെയ്തത്? അവർ അരിച്ചു പൊറുക്കിയില്ലേ? മറ്റുള്ളവർക്ക് അതില്ലല്ലോ. എന്തേ അവരോട് ആ കറുത്ത വർഗ്ഗക്കാരോട് മാത്രം അങ്ങനെ എന്തേ നിങ്ങൾ പ്രതിഷേധിക്കാതിരുന്നത്? വലിയ ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ നേരത്തെ ഇപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് ഖത്തറിലാണ്, 4 വർഷം മുമ്പ് ഖത്തറിലാണ് നടന്നത്. ഖത്തറിൽ കളി നടക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? മൊറോക്കോ ടീം ഖത്തറിൽ കളിക്കുന്ന സമയത്ത് നുസൈർ മസ്റൂവി എന്ന് പറയുന്നൊരു കളിക്കാരുണ്ടായിരുന്നു. ഈ നുസൈർ മസ്റൂവി ആരാ? അയാള് വേൾഡ് കപ്പിൽ വലിയ പ്രകടനം നടത്തിയ ആളാണ്. ഖത്തറിൽ കളിച്ച ആളാ. അയാള് സ്പെയിനും അതുപോലെ തന്നെ ബെൽജിയവും ക്രൊയേഷ്യയും ഒക്കെ ഉറപ്പിച്ച കളിക്കാരനാണ്. എംബാപ്പെ പോലും അയാളോട് വറച്ചു എന്നാ കളിക്കാർക്ക് അറിയാം. അയാൾ അത്ര വലിയ കളിക്കാരനാണ്. അത്ര നല്ല അയാളുടെ പേര് മുസ്ലിമാണ്. മാത്രമല്ല ജർമ്മനിയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ടീമായ ബുണ്ടസ്ലീഗയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ ടീം. ആ ടീമിൽ നിന്ന് നുസൈറിനെ പരിശീലന കളരിയിൽ വെച്ച് തോമസ് തുഷരി എന്ന് പറയുന്ന പരിശീലകൻ മാറ്റി നിർത്തി. അയാൾ അവഗണിച്ചു. നല്ല കളിക്കാരനായിട്ട് പോലും എംബാപ്പയെ പോലും പറപ്പിച്ച് കളിക്കാരനെ മാറ്റി നിർത്തി. എന്താ മാറ്റി നിർത്താൻ കാരണം? നിങ്ങൾ പഠിച്ചു നോക്ക്. ഒന്നുമല്ല, അയാൾ പലസ്തീൻ സഹായിക്കണമെന്ന് പറഞ്ഞ് പലസ്തീനെ സഹായിക്കണമെന്ന് പോസ്റ്റ് ഇട്ടപ്പോ കളിക്കളത്തിൽ നിന്നും പ്രഗത്ഭനായ കളിക്കാരനെ മാറ്റി നിർത്തപ്പെടുന്നു. വേറൊരു കാരണമല്ല. അയാളൊരു ഫൗളും ചെയ്തിട്ടില്ല. എന്തേ നമ്മളെ ഈ കളിയാരാധകരൊന്നും പ്രതിഷേധിക്കാതിരുന്നത്? അതിനൊന്നും നമ്മുടെ കുട്ടികൾക്ക് ഒരു ഫ്ലക്സ് ഉയർത്തിയോ? നിങ്ങൾ അതിൽ പ്രതിഷേധിച്ചിട്ട് അങ്ങനെ ഒരു ഫ്ലക്സ് നിങ്ങൾ ഉയർത്തുകയാണെങ്കിൽ അത് ഉപകാരപ്പെടുമായി. അങ്ങനെ ഒരു ഫ്ലക്സും കണ്ടില്ലല്ലോ. ജർമ്മൻ ലീഗായ ബുണ്ടസ് ലീഗയിൽ നിന്നാണ് പുറത്താക്കിയപ്പോ അയാൾ പലസ്തീന് സഹായം അഭ്യർത്ഥിച്ചു മാത്രമേ തെറ്റ് ചെയ്തുള്ളൂ.
ഞാൻ ഈ പറയുന്നത് ആധുനിക യുഗത്തിൽ നമ്മുടെ കുട്ടികൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നെതർലാൻഡ് കളിക്കാരുണ്ടായിരുന്നു അൻവർ അൽ ഗാസി, ജർമ്മൻ ക്ലബിൽ നിന്നാളെ സസ്പെൻഡ് ചെയ്തു. എന്താ സസ്പെൻഡ് ചെയ്യാൻ കാരണം? ഒന്നുമല്ല, പലസ്തീനെ സഹായിക്കണം എന്ന് പറഞ്ഞു. പലസ്തീന്റെ ഒപ്പം നിന്ന കളിക്കാരെ മുഴുവൻ പുറത്താക്കിയില്ലേ? ആ കളിക്കാരൊക്കെ പുറത്താക്കി. എന്താ? പലസ്തീനെ സഹായിക്കണമെന്നൊരു കളിക്കാരൻ പറഞ്ഞ അവന്റെ കളിയല്ല ഒരു സ്പിരിറ്റോടെ കാണുന്നത്, അവന്റെ ആ പലസ്തീനോടുള്ള മമതയെ അവർ ചൂഷണം ചെയ്യാം. അവരെപ്പോഴും സാമ്രാജ്യത്വ ശക്തികൾക്ക് ഇസ്രയേലിന്റെ ഒപ്പമാണ്. ആ ഇസ്രയേലിന്റെ ഒപ്പമുള്ളവരാ നിയന്ത്രിക്കുന്നത്. അൾജീരിയയുടെ കളിക്കാരൻ യൂസഫ് അത്താലി ഫ്രാൻസ് ക്ലബിൽ നിന്ന് പുറത്താക്കി. അയാളെ പുറത്താക്കി. എന്താ പുറത്താക്കാൻ കാരണം? ഒന്നുമില്ല, തുർക്കി പ്രസിഡന്റ് ഉർദുഗാന്റെ കൂടെ ഒരാൾ ഫോട്ടോ എടുത്തതാരാ? ജർമ്മന്റെ താരം മെസ്യൂട്ട് ഓസിൽ. അയാൾ ഏത് ജാതിക്കാരനായിക്കോട്ടെ, ആ ഉർദുഗാന്റെ കൂടെ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞപ്പോൾ അയാളെ കൊണ്ടുപോയിട്ട് വിചാരണ ചെയ്തു. ഈ ജാതി സാമ്രാജ്യത്വ ശക്തികൾ, ആ സാമ്രാജ്യത്വ ശക്തികളുടെ കൊടിക്കൂർ ഉയർത്തിക്കൊണ്ട് നമ്മുടെ മക്കൾ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ. ഒന്ന് ചിന്തിക്കണം, ഒന്ന് ആലോചിക്കണം. നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അന്നും ഇന്നും സാമ്രാജ്യത്വ ശക്തികൾ നമുക്കെതിരാണ്. ആ സാമ്രാജ്യത്വ ശക്തികൾ നമ്മൾ എതിർത്തുകൊണ്ടേയിരിക്കുന്നു. വൈദേശിക അധിനിവേശികൾക്കെതിരെ നമ്മുടെ പൂർവികർ പൊരുതുമ്പോൾ എന്താണ് അവരുടെ സ്വഭാവം? അതേ സ്വഭാവത്തെ. സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലതൊന്നും. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണെങ്കിൽ ആ കളിക്കാരന്റെ നിലപാടുകൾ എന്താവട്ടെ, ആ കളിക്കാരന്റെ കളിയാണ് സ്പോർട്സിൽ ഭരിക്കേണ്ടത്. സ്പോർട്സിൽ എന്താ പലസ്തീനും ഇസ്രയേലും? അവിടെ നോക്കേണ്ട കാര്യമില്ലല്ലോ. അത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ഒരു പൊളിറ്റിക്കൽ വേദിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലത്. അവിടെ നമ്മൾ കണ്ട സത്യത്തിൽ ഇവർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ശരിക്കും അവര് ആ റാസിസം എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ അർത്ഥം എന്താണ്? വംശീയ വെറി, കറുത്ത വർഗ്ഗക്കാരുടെ പ്രത്യേക സമീപനം. അതുപോലെ തന്നെ വളരെ അപ്പാർത്തീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർണ്ണവിവേചനം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോഴും നടന്നത്. കമ്മ്യൂണലിസം, തനിവർഗീയത, അതാണ് അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അഹമ്മദാബാദില് മോഡി സ്റ്റേഡിയത്തിൽ നിങ്ങൾ ക്രിക്കറ്റ് നടക്കുന്ന സമയത്ത് കണ്ടോ? പാകിസ്ഥാന്റെ ഒരു കളിക്കാരുണ്ടായിരുന്നു മുഹമ്മദ് റിദ്വാൻ. അയാൾ കളിക്കളത്തിൽ നിസ്കരിച്ചു. ആ കളിക്കളത്തിൽ നിസ്കരിച്ചതിന്റെ പേരിൽ ഗാലറി അയാൾക്കെതിരെ എന്തൊക്കെ തെറികളെ വിളിച്ചത്. അയാൾ ഔട്ടായി പുറത്തു പോകുന്ന സമയത്ത് ജയ് ശ്രീറാം വിളിച്ചു. ജയ് ശ്രീറാം വിളിച്ചോട്ടെ, അതൊരു മതത്തിന്റെ കാര്യമാണ്. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ? അയാളെ നിസ്കരിച്ച അയാളെ മതപരമായ ഒരു കർമ്മം നിർവഹിച്ചതിന്റെ പേരിൽ ആക്രോശിക്കുക അയാൾക്കെതിരെ. ഈ ഒരു പ്രത്യേക വിദ്വേഷ സ്വഭാവത്തിലേക്ക് ഒരു രാജ്യത്തെ മാറ്റിയെടുത്തില്ലേ? മതേതര സ്വഭാവമുള്ള രാജ്യത്തെ മാറ്റിയെടുത്തില്ലേ? എല്ലാ വിഭാഗത്തോടും സഹിഷ്ണുത പുലർത്തിക്കൊണ്ട് മനോഹരമായി അവനവന്റെ മതചിഹ്നങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയോട് അയാൾ കളിക്കളത്ത് നിസ്കരിക്കണ്ടേ എന്നുള്ള വേറെ കാര്യം. പക്ഷെ ആ ഒരു വിഷയത്തിൽ ഉണ്ടായിരുന്ന വിദ്വേഷം എത്ര വലുതാ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒക്കെ പോയി. മറിച്ച് ഇപ്പൊ നടക്കുന്ന എന്താ? കളിക്കളത്തിൽ പോലും തനിച്ച വർഗീയ